എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ചമ്മന്തിയാണ് കേട്ടോ. ഒരു തൈര് ചമ്മന്തി. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 1/2 ലിറ്റർ 500 ml നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട്. അധികം പുളിയൊന്നും ഇല്ലാത്തതാണ്. ഇതിന് വേണ്ട മറ്റ് സാധനങ്ങൾ: കുറച്ച് തക്കാളി കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നെല്ലിക്ക തക്കാളിയാണ്. നമ്മുടെ തൊടിയിലൊക്കെ ഉണ്ടാകുന്ന നെല്ലിക്ക തക്കാളിയാണ്. ഈ തക്കാളി ഇല്ലാത്തവർ സാധാ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന തക്കാളിയായാലും മതി. അപ്പോൾ ഒരു 10-12 നെല്ലിക്ക തക്കാളി. ഇതിന് പകരം 2 വലിയ തക്കാളി എടുത്താലും മതിയാവും. ഒരു സവാള, ഒരു 4 ചെറിയ പച്ചമുളക്, 2 നെല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചെടുത്തത്, ഒരു 2 കതിർപ്പ് കറിവേപ്പില, 1 ടീസ്പൂൺ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി. ഇനി ആവശ്യത്തിന് നമുക്ക് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കടുക് ഒക്കെ മതി. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ അത് നമുക്ക് നമ്മുടെ സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ നൈസായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. തക്കാളി ഒന്ന് കട്ട് ചെയ്യാം. ഇനി പച്ചമുളക് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കീറിയെടുക്കാം. ആദ്യം ഒരു മൺചട്ടി എടുത്ത് വെക്കാം. കുറച്ച് വെളിച്ചെണ്ണ വെച്ചേക്കാം. 1 ടേബിൾ സ്പൂൺ. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. കൂടെ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മുടെ പച്ചമുളക് കീറിയതും കൂടെ ഇതിൽ ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതും ഒരു പച്ചമണമൊക്കെ മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമ്മുടെ മുളക് പൊടിയൊക്കെ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ആറട്ടെ. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മുടെ തൈര് ഒഴിച്ചു കൊടുക്കാം. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ടേസ്റ്റ് നോക്കി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ തൈര് ചമ്മന്തി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്.
വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് തൈര് ചമ്മന്തി. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ്. നിങ്ങളിതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ലൊരു വിഭവമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.